മലപ്പുറം നാടുകാണി കാനനപാതയിൽ ശുചീകരണ ക്യാമ്പയിന് തുടക്കം. ചുരത്തിൽ മാലിന്യം തള്ളുന്നത് പതിവ് സംഭവമായി മാറിയതോടെയാണ് ബോധവത്കരണ പരിപാടികളുമായി പ്രകൃതി സ്നേഹികൾ രംഗത്തെത്തിയത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ VM സാദിഖ് അലിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 500 പേർ പങ്കെടുത്ത ക്യാമ്പയിന് ശുചീകരണ യജ്ഞത്തോടെയാണ് തുടക്കമായത്. വഴിക്കടവ് മുതൽ നാടുകാണി വരെയുള്ള ചുരം മേഖലയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വോളണ്ടിയേഴ്സ് നീക്കം ചെയ്തു. സഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾക്ക് പുറമെ രാത്രിയിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ചുരത്തിൽ തള്ളുന്നുണ്ട്. വ്യൂ പോയിന്റ്, തേൻപാറ, കല്ലള, തണുപ്പൻചോല ഭാഗങ്ങളിലാണ് വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിക്കാൻ തങ്ങുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് വന്യജീവികൾക്കും ഭീഷണിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഏരിയകളും സ്ഥലങ്ങളൊക്കെ കാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കൊണ്ട് സംസാരിച്ചിട്ട് അത് ചെയ്ത്, അപ്പോൾ അവർക്ക് അടുത്തുനിന്നുള്ളൊരു പ്രതികരണം ഞങ്ങൾക്ക് കിട്ടിയത് 2 വിഭാഗമായിട്ടാണ്. റോഡ് കിടക്കുന്നത് PWDൻ്റെ അടുത്തും ഫോറസ്റ്റ് ഉള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുമാണ്. അതുകൊണ്ട് അവർക്കിതിൽ ഇങ്ങനെ മാലിന്യം അവിടെ തട്ടുന്നതിന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ ഇതിനൊക്കെ പറയാമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പാത നവീകരണം കഴിഞ്ഞതോടെ ചുരത്തിലെവിടെയും വാഹനങ്ങൾ നിർത്താൻ പാടില്ലെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. ചുരത്തിൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. എന്നാൽ ഇതുവരെ നടപ്പിലായിട്ടില്ല. ക്യാമ്പയിനിന്റെ ഭാഗമായി ചുരം സംരക്ഷണത്തിനായി ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 24 മലപ്പുറം.